നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കാൻ തൊഴിൽ വകുപ്പ് കാലതാമസം വരുത്തുന്നുവെന്ന പരാതിയിൽ തൊഴിൽ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി വിശദീകരണം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഉത്തരവ് ജനുവരി 21 തൊടുപുഴ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ തൊഴിൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പ്രതിനിധീകരിച്ച മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്ന്. ഇടുക്കിയിൽ തൊടുപുഴ ഒഴികെ മറ്റെല്ലാ താലൂക്കിലും വന്യജീവി ആക്രമണം രൂക്ഷമാണെന്ന് ഉടുമ്പൻചോല MLA M മണി. വന്യജീവികൾ പെറ്റുപിരകുന്ന നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നും M മണി. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് വിമർശനം നിറഞ്ഞ ലോഗോ ഡിസൈൻ തയ്യാറാക്കി അയച്ച യൂത്ത് കോൺഗ്രസിന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ മറുപടി. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിനെ അപമാനിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെയും സംസ്കാരം. യൂത്ത് കോൺഗ്രസ് CPMനെ സംസ്കാരം പഠിപ്പിക്കേണ്ടെന്നും CV വർഗീസ്. മൂന്നാറിൽ വലിയ തുക മുടക്കിയ കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ നിലച്ചു. പദ്ധതിയുടെ ഭാഗമായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത് മൂന്നാർ ടൗണിന് സമീപം കന്നിമലയാറ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കാൻ തൊഴിൽ വകുപ്പ് കാലതാമസം വരുത്തുന്നുവെന്ന പരാതിയിൽ തൊഴിൽ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി വിശദീകരണം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. ജനുവരി 21 തൊടുപുഴ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ തൊഴിൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പ്രതിനിധീകരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്നാണ് ഉത്തരവ്. പീരുമേട് താലൂക്കിലെ എസ്റ്റേറ്റ് ലയങ്ങൾ തകർന്ന് തൊഴിലാളികൾക്ക് പരിക്ക് പറ്റിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് നടപടി. കോട്ടമല, തേങ്ങാക്കൽ എസ്റ്റേറ്റുകൾക്കെതിരെയാണ് പ്രധാന പരാതി. പൂട്ടിക്കിടക്കുന്ന MMJ പ്ലാന്റേഷന്റെ ഉടമസ്ഥതയിലുള്ള കോട്ടമല എസ്റ്റേറ്റിലെ പല ലയങ്ങളും തകർന്നു വീഴാറായ അവസ്ഥയിലാണെന്ന് ലേബർ കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ലയങ്ങളുടെ നവീകരണത്തിനായി സംസ്ഥാന നിർമ്മിതി കേന്ദ്രം തയ്യാറാക്കിയ 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റ് ലേബർ കമ്മീഷണർ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ 2022-23, 2023-24 ബജറ്റുകളിൽ 10 കോടി രൂപ വീതം ലയങ്ങളുടെ നവീകരണത്തിന് അനുവദിച്ചിരുന്നതായി മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി കമ്മീഷനെ അറിയിച്ചു. സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ എസ്റ്റിമേറ്റ് സംബന്ധിച്ച ഫയൽ ധനവകുപ്പ് അംഗീകരിക്കുകയും 50 ലക്ഷം രൂപ കൂടി പാസാക്കി തൊഴിൽ വകുപ്പിന് കൈമാറിയതായും തനിക്ക് വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിച്ചതായി പരാതിക്കാരൻ പറഞ്ഞു. തൊഴിൽ വകുപ്പ് സെക്രട്ടറി ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. പരാതിക്കാരന്റെ ആരോപണങ്ങൾ ശരിയാണോ? ലയങ്ങൾ നവീകരിക്കാൻ ധനവകുപ്പ് ഫണ്ട് പാസാക്കിയെങ്കിൽ തുക വിനിയോഗിക്കാൻ കാലതാമസം എന്ത് തുടങ്ങിയ വിവരങ്ങൾ തൊഴിൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പ്രതിനിധീകരിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ കമ്മീഷനെ ധരിപ്പിക്കണം. ലേബർ കമ്മീഷണർ 2024 ജനുവരി 3 നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ തൊഴിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി രേഖാമൂലം അറിയിക്കണമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു. ഇടുക്കിയിൽ തൊടുപുഴ ഒഴികെ മറ്റെല്ലാ താലൂക്കിലും വന്യജീവി ആക്രമണം രൂക്ഷമാണെന്ന് ഉടുമ്പൻചോല MLA M മണി. CPM ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മനുഷ്യ വന്യജീവി സംഘർഷവും കേന്ദ്ര വന നിയമവും എന്ന വിഷയത്തിൽ ജനുവരി 10 പൂപ്പാറയിൽ നടക്കുന്ന സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവികൾ പെറ്റുപെരുകുന്ന നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും M മണി പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ഒഴികെ മറ്റെല്ലാ താലൂക്കിലും വന്യജീവി ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. മനുഷ്യന് കൃഷി ചെയ്തോ വഴിയിലൂടെ ഇറങ്ങി നടക്കുവാനോ കഴിയാത്ത അവസ്ഥയാണ്. ജില്ലയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇതിനാൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും വന്യജീവി ആക്രമണം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണം. വന്യജീവികൾ പെറ്റുപെരുകുന്ന നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ഉടുമ്പൻചോല MLA M മണി പറഞ്ഞു. ഇതിനോട് ജനങ്ങളെ അണിനിരത്തി വളരെ ശക്തമായ പ്രതികരണം രൂപപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഗവൺമെന്റിന് ശ്രദ്ധ ഈ കാര്യത്തെ കൊണ്ടുവരാം എന്നതാണ് ഈ പ്രക്ഷോഭത്തിന്റെ എല്ലാ ലക്ഷ്യമാണ്. ഗവൺമെന്റ് നടപടിയെടുക്കുക ഒന്നാമത്തെ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഭീഷണിയെ നേരിടാൻ നമ്മൾ വേണ്ടത്ര നല്ല തയ്യാറെടുപ്പ് നടത്തി നേരിടുക എന്നുള്ളതല്ലാതെ നമുക്ക് ഇവിടുന്ന് ഒഴിവായി പോകാൻ കഴിയില്ല. നമ്മൾ ഏതായാലും ഇവിടെ പെട്ടുപോയതിന് വരുന്ന ഭീഷണിയെ നേരിടുകയല്ല വേറെ പോകുമ്പോൾ നമ്മുടെ മുമ്പിലില്ല. അതിന് സാമദാനം, ഭേദം, ദണ്ണം എല്ലാം മാർഗവും നമ്മൾ ഉപയോഗിക്കുന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഗവൺമെന്റ്
ഗവൺമെന്റിന് പരിമിതിയുണ്ട്. പക്ഷെ പരിമിതി ആണെങ്കിലും ഗവൺമെന്റ് സംവിധാനത്തിന് നേരിടാൻ നിയമപരമായി കഴിയും. നമ്മൾ നേരിട്ട ഇല്ലാത്ത കേസായി, അറസ്റ്റായി, ഭീഷണിയായി, ജയിലായി, ഇതെല്ലാം നമ്മൾ നേരിടേണ്ടി. അങ്ങനെയുള്ള നാനാതരം പ്രതിസന്ധിയിലാണ് ഇടുക്കി ജില്ല, പ്രത്യേകിച്ചും മൂന്നാർ, മറയൂര്, ശാന്തമ്പാറ ഈ മേഖലകളെല്ലാം ഇപ്പം നമ്മൾ നേരിടുന്നത്. മൂന്നാറിലൊക്കെ ആന വലിയൊന്നും മാറുന്നില്ല. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. VN മോഹനൻ, NP സുനിൽകുമാർ, ലിജു വർഗീസ്, NR ജയൻ, VV ഷാജി, VA കുഞ്ഞുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ കർഷകരുടെ കണ്ണീർ വീഴ്ത്തി കാട്ടാനക്കൂട്ടം വിലസുന്നു. 6 ആനകളുടെ കൂട്ടമാണ് കഴിഞ്ഞ 1 മാസക്കാലമായി വൻ നാശം വിതയ്ക്കുന്നത്. ഹെക്ടർ കണക്കിന് കൃഷിയാണ് 1 മാസത്തിനുള്ളിൽ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. പ്രതികൂല കാലാവസ്ഥയും ഉൽപാദനക്കുറവിനെയും തുടർന്ന് പ്രതിസന്ധിയിലായ കർഷകർക്ക് ഇരട്ടടിയായി മാറിയിരിക്കുകയാണ് കാട്ടാന ആക്രമണം. ഡിസംബർ ആദ്യവാരം മുതൽ 2 പഞ്ചായത്തുകളിലെയും നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിൽ എത്തി കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഉൽപാദനക്കുറവിൽ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് കാട്ടാന ആക്രമണം കൂടുതൽ ദുരിതമായി മാറി. കോഴിപ്പനക്കുടിയിലെ രാജയ്യ, ജയകുമാർ എന്നിവരുടെ വിളവെടുക്കാറായ ഏലച്ചെടികൾ ഈ മാസം തുടക്കത്തിൽ കാട്ടാനക്കൂട്ടം ചവിട്ടിമെതിച്ചിരുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. ശാന്തൻപാറ പഞ്ചായത്തിലെ പന്നിയാർ, ചൂണ്ടൽ, ശങ്കരപാണ്ടിമഠ, ചിന്നക്കനാൽ പഞ്ചായത്തിലെ BL റാം എന്നിവിടങ്ങളിലും കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. കുട്ടിയാനകൾ ഉൾപ്പെടുന്ന സംഘം കാട് കയറാറില്ലെന്നും കൃഷിയിടങ്ങളിൽ താവളമാക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് വിമർശനം നിറഞ്ഞ ലോഗോ ഡിസൈൻ തയ്യാറാക്കി അയച്ച യൂത്ത് കോൺഗ്രസിൽ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ മറുപടി. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിനെ അപമാനിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെയും സംസ്കാരമാണ്. എൽദോസ് കുന്നപ്പള്ളി MLAയുടെ പീഡനക്കേസും മാത്യു കുഴൽനാടൻ MLA 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയതും KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ തെറിവിളിച്ചതും നിലമ്പൂരിൽ കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തു കൊന്നതും വിഷയമാക്കിയാണ് യൂത്ത് കോൺഗ്രസ് ലോഗോ തയ്യാറാക്കേണ്ടതെന്നും CV വർഗീസ് പറഞ്ഞു. അവരുടെ സംസ്കാരത്തിൻ്റെ ശൂന്യതയ്ക്ക് നമുക്കെന്താ കാര്യം? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്കാര ശൂന്യതയുടെ പ്രകടമായ രൂപമാണത് കാണുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഓരോ രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവരേറ്റവും ഇറക്കേണ്ടത്, നന്നായി അവരിറക്കേണ്ടത്, അങ്ങനെ DYFI ആളിറക്കേണ്ടതാണ്. എൽദോസ് കുന്നപ്പള്ളി ഒരു ടീച്ചറിനെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലനിൽക്കുന്നുണ്ടല്ലോ, അത് കൂട്ടിയിറക്കാം. പിന്നെ ഇവിടെ മാത്യു കുഴൽനാടൻ ഒരു 50 സെന്റ് സ്ഥലം ഇവിടെ കയ്യേറിയതിൻ്റെ വില്ലേജ് ഓഫീസർ കേസെടുത്തിട്ടുണ്ടല്ലോ, അത് കൂട്ടി വേണം ഇറക്കാം. പിന്നെ അവർക്ക് ഇറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനം നമ്മുടെ PD സതീശനെ പരസ്യമായി പ്രതിപക്ഷ നേതാവ് ചീത്ത വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ലോഗോ ഇറക്കാൻ ഏറ്റവും നല്ല സാധനം അവർക്കുള്ളതാണ്. പിന്നെ നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ ആഫീസിൽ കയറി കോൺഗ്രസ് ഓഫീസിൽ തൂപ്പുകാരി കരി മേടിക്കാൻ വേണ്ടി ചെന്നതാണ്. അതിനെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ രഹസ്യഭാഗത്തേക്ക് ചൂലൂടെ കുത്തിക്കയറ്റിയ സംസ്കാരമാണ് യൂത്ത് കോൺഗ്രസ്സുകാരനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് RSPയുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. ഡിസംബർ 30 രാവിലെ 11 നടക്കുന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഴിമതി, സ്വജനപക്ഷപാതം, പിൻവാതിൽ നിയമനങ്ങൾ, ധൂർത്ത്, ക്രമസമാധാന തകർച്ച, സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ എല്ലാം സംസ്ഥാനത്തെ LDF ഭരണ സംവിധാനത്തിന്റെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അമിത നികുതി തുടങ്ങിയവ സാധാരണ ജനങ്ങളെ വലയ്ക്കുകയാണ്. സാമൂഹ്യ സുരക്ഷ, ക്ഷേമനിധി പെൻഷനുകൾ ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും 1 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല. ഇടുക്കി ജില്ലയുടെ ശത്രുതാ മനോഭാവമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. CHR മേഖലയിൽ പട്ടയം നൽകാൻ പാടില്ലെന്ന സുപ്രീംകോടതി വിധിയിൽ വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്തി കർഷകർക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തുന്നില്ല. കർഷകരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അതിക്രമങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന കർഷകദ്രോഹ കരിനിയമം കൊണ്ടുവരാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. തോട്ടം തൊഴിലാളികളുടെ സങ്കീർണ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സർക്കാർ തമിഴ് വംശജരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. LDF സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടിന്റെ ഉദാഹരണമാണ് കട്ടപ്പനയിലെ വ്യാപാരി സാബുവിന്റെ ആത്മഹത്യ. ചുരുക്കത്തിൽ സംസ്ഥാനത്തിനാകെ ദുരന്തവും ഭാരവുമായി തീർന്നിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 1964 ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി തുടർന്നു വന്ന നമ്മുടെ പട്ടയം എന്ന കർഷകന്റെ അവകാശം അല്ല അവകാശരേഖ, അവന്റെ ഉടമസ്ഥാവകാശം രേഖപ്പെടുത്തുന്ന പട്ടയം, അതിനുശേഷം 1993 പാസാക്കിയ വനം കുടിയേറ്റ ക്രമീകരണ നിയമങ്ങൾ,
ഇതിന്റെയൊക്കെ ഭാഗമായി നൽകിയിട്ടുള്ള പട്ടയങ്ങൾ, ആ പട്ടയങ്ങളുടെ സാധുതയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതികളിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും അതിന്റെയൊക്കെ ഭാഗമായി കോടതി വിധിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഗൃഹനിർമ്മാണത്തിനും കൃഷിക്കും ഒഴികെ മറ്റൊരു ആവശ്യങ്ങൾക്കും ആ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിലവിലത്തെ സ്ഥിതി. സഹകരണ പ്രസ്ഥാനങ്ങളെ മുച്ചൂട് മുടിക്കുന്ന ഈ സർക്കാരിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള പുനഃപരിശോധനയും ആവശ്യമാണ്. സഹകരണ സ്ഥാപനങ്ങളെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിന് പകരം പൊതുജന സേവനത്തിനായി ആ സഹകരണ പ്രസ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ക്രിയാത്മക നിർദ്ദേശവും കൂടി RSP ഇതിന്റെ ഭാഗമായി ഉയർത്തുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് PP പ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ G ബേബി, PS ഹരിഹരൻ, ജില്ലാ കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ S വിളക്കുന്നേൽ, ഇടുക്കി മണ്ഡലം സെക്രട്ടറി PJ ലൂക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി ബന്ധം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ വിനോദസഞ്ചാരികളെ ഹോം സ്റ്റേ നടത്തിപ്പുകാർ മർദ്ദിച്ചതായി പരാതി. രാമക്കൽമേട് സന്ദർശനത്തിനെത്തിയ കളമശ്ശേരി സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത്. എന്നാൽ സഞ്ചാരികളാണ് ആക്രമണം നടത്തിയതെന്നും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്നും ഹോം സ്റ്റേ ഉടമകൾ ആരോപിച്ചു. ക്രിസ്തുമസ് ദിനത്തിൽ രാത്രിയിലാണ് സംഭവം. കളമശ്ശേരിയിൽ നിന്നുള്ള 60 അംഗ സംഘം രാമക്കൽമേട് മൗണ്ടൻ മിസ്റ്റ് ഹോം സ്റ്റേയിൽ മുറികൾ എടുത്തിരുന്നു. രാത്രി വൈദ്യുതി ബന്ധം നഷ്ടമായതോടെ പ്രശ്നം പരിഹരിക്കാനെത്തിയ നടത്തിപ്പുകാർ സഞ്ചാരികളുമായി തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് ഒരു സംഘം ആളുകളെത്തി ആക്രമിക്കുകയായിരുന്നുവെന്നുമാണ് സഞ്ചാരികളുടെ ആരോപണം. സഞ്ചാരികളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ അബ്ദുൾ ഷുക്കൂർ, സീനത്ത്, ഷിഹാബ്, ഷിഫ, സെയ്ഫുനീസ് എന്നിവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. അബ്ദുൾ ഷുക്കൂറിന്റെ തലയ്ക്ക് പരിക്കുണ്ട്. സംഭവത്തിന് ശേഷം നെടുങ്കണ്ടം പോലീസ് എത്തിയെങ്കിലും റൂം വാടകയ്ക്ക് പുറമെ നഷ്ടപരിഹാരവും വാങ്ങിയാണ് തങ്ങളെ മടക്കി അയച്ചതെന്നാണ് ഇവരുടെ ആരോപണം. എന്നാൽ സഞ്ചാരികളുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് ഹോം സ്റ്റേ നടത്തിപ്പുകാർ പറയുന്നത്. വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതോടെ ഇത് പരിഹരിക്കാനെത്തിയ നടത്തിപ്പുകാരനെ സഞ്ചാരികൾ മർദ്ദിക്കുകയും തടഞ്ഞുവെക്കുകയുമായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ ക്യാൻസർ രോഗിയായ റിസോർട്ട് ഉടമയുടെ അമ്മ ശോഭനയെ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തു. പിന്നീട് നാട്ടുകാർ എത്തിയാണ് തങ്ങളെ രക്ഷിച്ചതെന്ന് ഇവർ പറഞ്ഞു. രാത്രിയിൽ ഇവിടെ വന്ന് റൂം എടുത്ത് ബുക്ക് ചെയ്ത് രാത്രി ആയപ്പോഴത്തേനും ഫാൻ കറങ്ങുന്നില്ലെന്നും പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് വന്ന് വാതിലെ മുട്ടി. അവിടുന്ന് കുട്ടികൾ പിള്ളേരെ പറഞ്ഞു വിട്ടു. ചേട്ടൻ എക്സ് സർവീസ്മാൻ, അതിൻ്റെ ഭർത്താവ്. ഞാനാണ് ഹീമോ ഒക്കെ ചെയ്ത് ക്യാൻസർ രോഗിയാണ്, വയ്യാതെ കിടക്കുകയായിരുന്നു. അപ്പോഴത്തേനും വന്ന് രാത്രി വിളിച്ച് പറഞ്ഞപ്പോൾ ഇവർ വന്നെല്ലാം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെ ഉപദ്രവിക്കുകയും അവർ ഇതൊക്കെ കാശ് മേടിച്ചുകൊണ്ട് നീയൊക്കെ ഇത് ശരിയാക്കാതെ എന്ത് കാണിച്ചിട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിക്കുകയും അടിക്കുകയും എല്ലാം ചെയ്ത് ഞങ്ങളെല്ലാം കാർച്ച കെട്ടുകൊണ്ട് ഓടിച്ചെന്ന് ഞാനും എൻ്റെ മരുമക്കളും അവരെ അസൗമ്യം പറയുകയും വയ്യാതിരുന്ന് എന്നെ ചവിട്ടുകയും തൊഴിക്കുകയും എല്ലാം ചെയ്തു. എൻ്റെ തലയൊക്കെ കണ്ടു പിടിച്ച് ചവിട്ടുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ആശുപത്രിയിലൊക്കെ രാത്രി ഉറങ്ങിക്കിടന്ന് ഞങ്ങൾ തല കറങ്ങി വീണു. പിന്നെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു ഇവർ ഈ കഴിഞ്ഞ ദിവസം. സ്ഥാപനത്തിലെ ഫർണിച്ചറുകളും ജനാലകളും സഞ്ചാരികൾ അടിച്ചു പൊട്ടിച്ചു. ഇവർ മദ്യലഹരിയിലായിരുന്നുവെന്നും ഹോം സ്റ്റേ ഉടമകൾ പറഞ്ഞു. ഹോം സ്റ്റേ നടത്തിപ്പുകാർ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സഞ്ചാരികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അന്യസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾക്ക് അവർക്ക് പരമാവധി സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും എല്ലാം കടമ. അത് ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാറുണ്ട്. എങ്കിൽ മദ്യവെച്ചിട്ട് എത്തുന്ന അവരുടെ ഒരു ആഘോഷത്തിന് വേണ്ടി എത്തുന്ന ആളുകൾ ഈ ഇവിടുത്തെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും അതിൻ്റെ കഷ്ടപ്പാടുകളൊന്നും മനസ്സിലാക്കാതെ യാതൊരുവിധ പ്രകോപനങ്ങളും ഇല്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന രീതി ഈ അടുത്തിടയ്ക്ക് ഇച്ചിരി കൂടി വന്നിട്ടുണ്ട്. ഇത്തരം പ്രവണതകൾക്കെതിരെ അസോസിയേഷൻ ശക്തമായിട്ട് രാമക്കൽമേട് റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ്റെ പേരിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. ഇതിനെതിരെ ഏതറ്റം വരെയും അസോസിയേഷൻ അംഗങ്ങൾക്കൊപ്പം നിൽക്കാനും പ്രതിഷേധിക്കാനും തയ്യാറാണ്. സംഭവത്തിൽ സഞ്ചാരികൾ കളമശ്ശേരി പോലീസിലും ഹോം സ്റ്റേ ഉടമകൾ നെടുങ്കണ്ടത്തും പരാതി നൽകി. ഒറ്റപ്പെട്ടു കഴിയുന്ന മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന് വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. കുമളി വ്യാപാര ഭവനിൽ നടന്ന ഇടുക്കി ജില്ലാതല വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. മുതിർന്ന സ്ത്രീകളുടെ പരാതി പരിഗണിച്ചാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. പരാതിക്കാരിൽ ചിലർ വിധവകളും മക്കളില്ലാത്തവരുമാണ്. മറ്റുള്ളവർക്കൊപ്പം മക്കളുമില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന ഒറ്റപ്പെടൽ അവരുടെ മാനസിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നതായി വനിതാ കമ്മീഷൻ പറഞ്ഞു. സാമൂഹിക പ്രശ്നമായി കണ്ട് ഇക്കാര്യത്തിൽ പരിഹാരം കാണണമെന്ന് കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. ജാഗ്രതാ സമിതികൾ ഈ വിഷയം ഗൗരവത്തിലെടുക്കണം. കൂട്ടായ ആലോചനകളിലൂടെ ക്രിയാത്മകമായ പരിഹാരം കണ്ടെത്തണം. ഭൂമി സംബന്ധമായതും അതിരുതർക്കവുമായി ബന്ധപ്പെട്ട അയൽവാസികളുടെ കലഹങ്ങളും അദാലത്തിൽ പരാതികളായി എത്തി. ആകെ 48 കേസുകളാണ് പരിഗണിച്ചത്. 13 പരാതികളിൽ പരിഹാരം കണ്ടു. 5 കേസുകളിൽ റിപ്പോർട്ട് തേടി.
ഒരു കേസ് ജില്ലാ നിയമസഹായ അതോറിറ്റിക്ക് അയച്ചതായും വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി പറഞ്ഞു. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സത്രം റൂട്ടിൽ വിനോദസഞ്ചാരികളുമായി സർവീസ് നടത്തുന്ന സഫാരി ജീപ്പുകൾ നാട്ടുകാർ തടഞ്ഞു. ജീപ്പുകൾ സർവീസ് നടത്തുന്നത് മൂലം റോഡ് തകർന്നെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞത്. തുടർന്ന് സഫാരി ജീപ്പ് സംയുക്ത യൂണിയൻ ഭാരവാഹികളും നാട്ടുകാരും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ റോഡിന്റെ തകർന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന വ്യവസ്ഥയിൽ വാഹനങ്ങൾ കടത്തിവിട്ടു. വിനോദസഞ്ചാരികളുമായി വള്ളക്കടവ് വഴി എത്തുന്ന സഫാരി ജീപ്പുകൾ റോഡ് സഞ്ചാരയോഗ്യമല്ലാതാക്കിയെന്ന് ആരോപിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞത്. കൂടാതെ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ കുട്ടികളടക്കമുള്ള പ്രദേശവാസികൾക്ക് ഭീഷണി സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ ആരോപിച്ചു. നമ്മുടെ ഈ റോഡ് പോയിട്ട് കുറേ നാളുകളാവുന്നു. അപ്പോൾ പല പ്രാവശ്യം നമ്മൾ വണ്ടിക്കാരോട് ഞാൻ പറയാറുണ്ട്, കൈ കാണിച്ച് പറയാറുണ്ട് ഈ റോഡ് നന്നാക്കി തരണമെന്ന്. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവർ ഓവർ സ്പീഡുമാണ്, ഒരു ഓണടിയോ ഒന്നുമില്ലാതെ ധാരാളം വണ്ടിയിൽ വരുന്നു. ഇവിടെ അനേക കുഞ്ഞുങ്ങൾ സ്ത്രീകളുണ്ട്. നേരത്തെ ഒരു ഓട്ടോ വിളിച്ചാൽ 50 രൂപയ്ക്ക് ഒരു ഓട്ടോ വരും. ഇന്നിപ്പോൾ 250 രൂപ കൊടുക്കാൻ പറഞ്ഞാൽ പോലും വള്ളക്കടവിൽ നിന്ന് ഒരു ഓട്ടോ ഇങ്ങോട്ട് കയറി വരുന്നില്ല. അങ്ങനെ ഈ റോഡ് വളരെ തകർന്നു കിടക്കുകയാണ്. അതുമൂലം ഇവിടെയുള്ള ഒരു ചർച്ച ഉണ്ട്. അതുപോലെ മറ്റ് ധാരാളം പ്രായമുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഇന്ന് റോഡ് ഇങ്ങനെ ഉപരോധിക്കാനുള്ള കാരണം. അടിയന്തരമായിട്ട് റോഡ് നന്നാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു. വാഹനങ്ങൾ തടഞ്ഞതോടെ സ്ഥലത്തേക്ക് കൂടുതൽ ആളുകളെത്തി. തുടർന്ന് കുമളിയിലെ സഫാരി ജീപ്പ് ഡ്രൈവേഴ്സ് സംയുക്ത യൂണിയൻ ഭാരവാഹികളും നാട്ടുകാരുമായി ചർച്ച നടത്തി. ചർച്ചയ്ക്കൊടുവിൽ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന വ്യവസ്ഥയിൽ ജീപ്പുകൾ കടത്തിവിടുകയായിരുന്നു. ഹൈറേഞ്ചിലെ ആദ്യകാല വിദ്യാലയമായ വാഴത്തോപ്പ് സെന്റ് മേരീസ് LP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് അലുമിനി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 29-ാം തീയതി ഞായറാഴ്ച 11 മണിക്ക് സ്കൂൾ അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ആദ്യകാല അധ്യാപകരെ ആദരിക്കുന്നതോടൊപ്പം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സ്കൂളിൽ കൂടുതലും പഠിച്ചിറങ്ങിയിരിക്കുന്ന കുടിയേറ്റ കർഷകർ, അവരുടെ മക്കള് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതിൽ അഡ്വക്കേറ്റുമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. അതിൽ ചെറുതോണിയിൽ എടുത്തു പറയത്തക്ക ഒരാൾ നമ്മുടെ അഡ്വക്കേറ്റ് ബേബിച്ചൻ അവറുകളാണ്. അതുപോലെ തന്നെ പോലീസ് സേനയിൽ നിരവധി ആളുകളുണ്ട്. ടീച്ചേഴ്സായിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പം സെൻറ്റ് മേരീസിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ തന്നെ ആ സ്കൂളിൽ ജോലി ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയും കൂടി ആ സ്കൂളിനുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം ഞങ്ങൾ കാര്യപരിപാടിയായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് മുഖ്യാതിഥി സ്കൂളിൻ്റെ ആദ്യകാല HM ആയിരുന്ന ജോസഫ് സാറ് തന്നെയാണ്. പിന്നെ ആ ആദ്യകാലത്തുണ്ടായിരുന്ന 7ഓളം ടീച്ചേഴ്സ് അവരെ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ പേരിൽ ആദരിക്കുന്നുണ്ട്. സ്കൂളിന്റെ ഉന്നമനത്തിനായി അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ രക്തദാനവും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്കൂളിന്റെ പുരോഗതി ലക്ഷ്യമിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ഡാം പദ്ധതി കാലത്തുള്ള കുട്ടികളടക്കം KCB കോളനിയിൽ നിന്നുള്ള കുട്ടികളടക്കം നിരവധി ആളുകളാണ് പഠിച്ചിറങ്ങിയത്. അതോടൊപ്പം തന്നെ ലോവർ പെരിയാർ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മക്കളടക്കം നിരവധി ആളുകൾ ഇവിടെ പഠിച്ചിറങ്ങിയതാണ്. 6000-ലധികം വിദ്യാർത്ഥികൾ ഇതിനോടകം പഠിച്ചിറങ്ങിയിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സജി M. കൃഷ്ണൻ, സെക്രട്ടറി സുമ ഉണ്ണികൃഷ്ണൻ, ട്രഷറർ അരുൺകുമാർ, കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് KR, രാജു PD, സജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിലെ 1999 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓർമ്മയിൽ 99 എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തിയത്. 1999 മാർച്ചിൽ SSLC പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് 25 വർഷത്തിനു ശേഷം വീണ്ടും ഒത്തുകൂടിയത്. നിലവിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് ഇവർ സൗഹൃദം നിലനിർത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സുഹൃത്തുക്കൾ കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും കലാപരിപാടികൾ അവതരിപ്പിച്ചും സമയം ചെലവിട്ടു. 99 ബാച്ചുകളിൽ പഠിപ്പിച്ച അധ്യാപകരെ ആദരിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബെഞ്ചിലിരുന്ന് ഒരു പാത്രത്തിൽ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി പിണങ്ങിയൊക്കെ കഴിഞ്ഞിരുന്ന നമുക്ക് അന്നത്തെ ആ കാലങ്ങളെ കുറിച്ച് ഓർക്കുവാനും അതുപോലെ തന്നെ മധുരമുള്ള ആ പഴയ കാലത്തിലോട്ട് ഒരു ദിവസം തിരിച്ചു പോകാനും പറ്റിയ ഏറ്റവും വലിയൊരു അവസരമാണ് ഇത്തരത്തിലുള്ള സംഗമം. റീയൂണിയൻ രക്ഷാധികാരി ഷിജോ സെബാസ്റ്റ്യൻ, പ്രസിഡന്റ് KR രാജേഷ്, പഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി, പ്രവീൺ കുമാർ V, നീലിമ ഫ്രാൻസിസ്, സോണി സെബാസ്റ്റ്യൻ, ഹെഡ്മിസ്റ്റേഴ്സ് ഹെമിക് ടോം, ഗ്രേസിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പടമുഖം സ്നേഹമന്ദിരത്തിലെ അന്തേവാസികളെ ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി സന്ദർശിച്ചു. സ്നേഹമന്ദിരത്തിലെ അന്തേവാസികളോടൊപ്പം ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു.
നൂറുകണക്കിന് ആളുകൾക്ക് സ്നേഹം പകർന്നു നൽകിയ പടമുഖം സ്നേഹമന്ദിരം മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് കളക്ടർ പറഞ്ഞു. നിലവിൽ എല്ലാവർക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നത്തിന് കൂടെ തന്നെ നമുക്കൊരു പ്രതീക്ഷ മാത്രം ഒരു കാരണവശാലും കൈവിടരുത്. ഈ പ്രതീക്ഷ മാത്രമേ നമ്മളെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഈ സ്നേഹം എല്ലാവർക്കും നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ എല്ലാ ജനങ്ങളും പങ്കുവയ്ക്കാനുള്ള ഏറ്റവും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്താലും കുറവാകാത്ത ഒരു സംഭവമാണ് സ്നേഹം. സോ ആ സ്നേഹം എത്രത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം അത് മൾട്ടിപ്ലൈ ആയി വരും. ആ സ്നേഹം നമ്മൾ എപ്പോഴും എല്ലാവർക്കും കൂടി കൊടുക്കാനുള്ളത് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ കൂടി പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. തുടർന്ന് അന്തേവാസികളോടൊപ്പം ക്രിസ്തുമസ് കേക്ക് മുറിച്ച ആഘോഷങ്ങളിൽ പങ്കെടുത്തു. തുടർന്ന് അന്തേവാസികൾക്ക് കളക്ടർ സമ്മാനങ്ങളും വിതരണം ചെയ്തു. ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഡോക്ടർ ബ്രദർ VC രാജു, ഷൈനി രാജു, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിത സജീവ്, പൊതുപ്രവർത്തകൻ തോമസ് M ചാക്കോ, സ്നേഹമന്ദിരം PRO ജോർജ് അമ്പഴം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന പ്രിൻകോസിന്റെ 37ാമത് വാർഷിക പൊതുയോഗം നടന്നു. സഹകരണ സംഘം പ്രസിഡന്റ് ലീലാമ്മ ബേബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ ആളുകളെ ആദരിച്ചു. ഇടുക്കി ജില്ലാ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് മെമ്പേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ 37ാമത് വാർഷിക പൊതുയോഗമാണ് സംഘടിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് ലീലാമ്മ ബേബി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മുൻ പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മാസ്റ്റേഴ്സ് മീറ്റിൽ ഷോട്ട്പുട്ടിൽ സ്വർണം കരസ്ഥമാക്കിയ റിട്ടയർഡ് SI സണ്ണി സെബാസ്റ്റ്യൻ, ജാവ്ലിംഗ് ത്രോയിൽ സ്വർണം നേടിയ സെബിച്ചൻ തോമസ് എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു. യോഗത്തിൽ ഭരണസമിതി അംഗങ്ങളായ സാബു മാത്യു, മണിമലക്കുന്നേൽ, AK ദിനേശൻ, വർക്കി തോമസ്, ജോസ് അഗസ്റ്റിൻ, KT ജയൻ, അജിത്ത് വിശ്വനാഥൻ, KM തോമസ്, സീമ ജോയി, സെക്രട്ടറി വിനോയ് മാത്യു എന്നിവർ സംസാരിച്ചു. പീരുമേട് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വിവിധ ഇനം പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഇതോടൊപ്പം സാമൂഹിക സേവനം ഉൾപ്പെടുത്തിയാണ് NSS യൂണിറ്റ് വോളണ്ടിയർമാർ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പീരുമേട് അഗച്ചാടിയിലെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് NSS പിള്ളേരാണ് ഇന്ന് നമ്മുടെ ചുവക്കുളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ശുചീകരണം നടത്താൻ വേണ്ടി കടന്നു വന്നത്. ഏകദേശം 24 കുട്ടികളും 4 അധ്യാപകരും കൂടിയാണ് കടന്നു വന്നത്. ഹോസ്പിറ്റലിന്റെ ആവശ്യപ്രകാരം മാത്രമല്ല, കുട്ടികൾക്ക് നല്ലൊരു ബോധവൽക്കരണം, സാമൂഹിക ഒരു ഇടപെടൽ കൊടുക്കണം. കുട്ടികൾ മറ്റ് സഹപാഠികൾക്ക് സമൂഹത്തിന് നല്ലൊരു അന്തരീക്ഷം പകർന്നു കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു സമൂഹ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കടന്നു വന്നത്. വളരെ മനോഹരമായിട്ട് പ്രിയ കുട്ടികൾ ശുചീകരണ പ്രവൃത്തികൾ നടത്തി. എന്റെ പ്രോഗ്രാം ഓഫീസറായിട്ടുള്ള ശ്രീമതി ഡോണ ജോർജ്, ശ്രീമതി മാരിയമ്മ ടീച്ചർ, ശ്രീമതി അജിത, ശ്രീമതി ഇന്ദു എബിൻ തുടങ്ങിയ അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ P ബാബു, NSS പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോണ ജോർജ്, മാരിയമ്മാൾ, അധ്യാപകരായ ഇന്ദു, അബിൻ, അജിത വർഗീസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കാമാക്ഷി അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലെ മണ്ഡലകാല മഹോത്സവം സമാപിച്ചു. താലപ്പൊലി ഘോഷയാത്ര, നീരാഞ്ജന ഘോഷയാത്ര, വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകൾ തുടങ്ങിയവയോടെയാണ് മണ്ഡലം ചെറുപ്പാഘോഷം നടത്തിയത്. കാമാക്ഷി പാറക്കടവ് അന്നപൂർണേശ്വരി നഗറിൽ നിന്നും ക്ഷേത്രത്തിലേക്ക്
നടന്ന താലപ്പൊലി നീരാഞ്ജന ഘോഷയാത്രയിലും മണ്ഡല മഹോത്സവത്തിലും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ദേശീയരാഞ്ജനം ദേശത്തിന് തന്നെ അനുഗ്രഹമാണെന്ന ക്ഷേത്രം പ്രസിഡന്റ് സുജു ശാന്തികൾ പറഞ്ഞു. വൃശ്ചിക മാസം 1 മുതൽ 41 ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ സമൂഹ പ്രാർത്ഥനയും ദീപാരാധനയും ശരണമന്ത്ര പ്രദക്ഷിണവും പ്രഭാഷണവും ഭജനയും എല്ലാ ദിവസവും നടന്നു വരികയായിരുന്നു. അപ്പം അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് ഇന്ന് താലപ്പൊലി ഘോഷയാത്രയോടുകൂടിയാണ് നമ്മുടെ മണ്ഡലകാല മഹോത്സവത്തിന് സമാപനം കുറിക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം മഹാപ്രസാദമൂട്ടും ഭജനയും നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി പ്രതീഷ് ശാന്തികൾ കാർമ്മികത്വം നൽകി. സെക്രട്ടറി KS പ്രസാദ്, വൈസ് പ്രസിഡന്റ് സുരേഷ് K, വനിതാ സംഘം പ്രസിഡന്റ് അമ്പളി സുരേഷ്, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അനന്തകൃഷ്ണൻ ശാന്തികൾ, കുമാരി സംഘം പ്രസിഡന്റ് ദേവിക വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പനയിൽ AVG മോട്ടോഴ്സിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഇയർ എൻഡിംഗ് ഓഫർ ഉൾപ്പെടെ 1 ലക്ഷത്തിൽ പരം രൂപയുടെ സമ്മാനങ്ങളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. വാഹന വിതരണ രംഗത്ത് കട്ടപ്പനയിൽ കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിക്കുന്ന AVG മോട്ടോഴ്സിന്റെ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയുള്ള ഷോറൂമാണ് കട്ടപ്പന പള്ളിക്കവല റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബിന്നി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ്, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, AVG ഗ്രൂപ്പ് CEO ബീന തോമസ്, CGM സിജി മാത്യു, കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, ഷോറൂം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ റോയി ജോർജ് തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ജോയി വെട്ടിക്കുഴി, ശ്രീനഗരി രാജൻ, VR സജി, VR ശശി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കട്ടപ്പനയിലെയും സമീപ പ്രദേശങ്ങളിലെയും ക്രിസ്ത്യ ദേവാലയങ്ങളുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് കരോൾ മത്സരം നടന്നു. മത്സരത്തിൽ കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയ ടീം 1ാം സ്ഥാനവും കട്ടപ്പന സെന്റ് ജോൺ CSI പള്ളി 2ാം സ്ഥാനവും വെള്ളയാങ്കുടി ഇടവക ടീം 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് AVG ഗ്രൂപ്പ് നൽകിയ 25,000, 15,000, 10,000 തുടങ്ങിയ ക്യാഷ് പ്രൈസുകളും നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാറിൽ വലിയ തുക മുടക്കിയ കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ നിലച്ചു. പദ്ധതിയുടെ ഭാഗമായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. മൂന്നാർ ടൗണിന് സമീപം കന്നിമലയാറ്റിലാണ് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും പദ്ധതി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സാധിക്കാതെ വന്നതാണ് പ്രതിസന്ധിയായത്. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ 2019 മൂന്നാർ ടൗണിന് സമീപവും 1 കിലോമീറ്റർ മുകളിൽ മുതുവാൻപാറ ഭാഗത്തും കന്നിമലയാറിന് കുറുകെ 2 തടയണകൾ നിർമ്മിക്കുന്ന ജോലികൾക്ക് തുടക്കമിട്ടത്. നിർമ്മാണം 2022 മാർച്ചിൽ പൂർത്തിയായി. ശുദ്ധജലക്ഷാമം രൂക്ഷമായ മൂന്നാർ ടൗൺ കോളനി പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ളതായിരുന്നു പദ്ധതി. എന്നാൽ പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച തടയണകൾ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായതായി നാട്ടുകാർ പറയുന്നു. മൂന്നാറിനും അതുപോലെയുള്ള ആനച്ചാല് വെള്ളത്തൂൽ ഭാഗത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെക്ക് ഡാം പണിതതാണ്. അത് നമ്മൾ അന്നേ ഇതിനെക്കുറിച്ച് നമ്മളൊരു എതിർപ്പ് തെളിയിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ശരിക്കുള്ള പഠനം നടത്താണ്ട് ഇങ്ങനെ ഒരു ചെക്ക് ഡാം കോടിക്കണക്കിന് രൂപയ്ക്ക് ചിലവാക്കി പണിതിട്ടിട്ട് ആ പൈസ ദൂർത്തടിച്ച് ഇന്ന് ആ വെള്ളവുമില്ല, ആ സ്ഥലവും ജനം അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കിടക്കുന്നത്. ആർക്കും പ്രയോജനമില്ലാണ്ട് പൊതുജനത്തിൻ്റെ ഈ പൈസ ദൂർത്തടിച്ചത് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. നബാർഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത്. കന്നിമലയാറ്റിലെ വെള്ളം തടഞ്ഞു നിർത്തി ടാങ്കിൽ സംഭരിച്ച് വിതരണം ചെയ്യാനുള്ളതായിരുന്നു പദ്ധതി. ഇത് പഞ്ചായത്തിന് കൈമാറുമെന്നും ടാങ്കും പൈപ്പുകളും സ്ഥാപിച്ച് പഞ്ചായത്ത് ജലവിതരണം നടത്തണമെന്നുമായിരുന്നു ധാരണ. എന്നാൽ പദ്ധതി പ്രായോഗികമല്ലെന്നും വൻ പണച്ചെലവ് വരുമെന്നും ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പിന്മാറി. ഇതോടെ ഈ തടയണകൾ ഉപയോഗശൂന്യമായ നിലയിലായി. പദ്ധതി പ്രായോഗികമാണോ എന്ന് മതിയായ പഠനം നടത്താതെ തടയണകൾ സ്ഥാപിച്ചത് തിരിച്ചടിയായെന്നാണ് ആക്ഷേപം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ.
ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 171, വിൽപ്പനയ്ക്ക് വന്നത് 47,224, വിൽപ്പന നടന്നത് 46,908, കൂടിയ വില 3,292, ശരാശരി വില 2,898. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 630 രൂപ, ഏലം കൂടിയ വില 2,800, ഏലം ശരാശരി വില 2,500, കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 925, കൊക്കോ 150, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,150 രൂപ, വെള്ളി 100. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കാൻ തൊഴിൽ വകുപ്പ് കാലതാമസം വരുത്തുന്നുവെന്ന പരാതിയിൽ തൊഴിൽ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി വിശദീകരണം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ഉത്തരവ്. ജനുവരി 21 തൊടുപുഴ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ തൊഴിൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പ്രതിനിധീകരിച്ച മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്ന്. ഇടുക്കിയിൽ തൊടുപുഴ ഒഴികെ മറ്റെല്ലാ താലൂക്കിലും വന്യജീവി ആക്രമണം രൂക്ഷമാണെന്ന് ഉടുമ്പൻചോല MLA M മണി. വന്യജീവികൾ പെറ്റുപിരകുന്ന നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നും M മണി. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് വിമർശനം നിറഞ്ഞ ലോഗോ ഡിസൈൻ തയ്യാറാക്കി അയച്ച യൂത്ത് കോൺഗ്രസിന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ മറുപടി. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിനെ അപമാനിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സംസ്കാരം. യൂത്ത് കോൺഗ്രസ് CPMനെ സംസ്കാരം പഠിപ്പിക്കേണ്ടെന്നും CV വർഗീസ്. മൂന്നാറിൽ വലിയ തുക മുടക്കിയ കുടിവെള്ള പദ്ധതി പാതി വഴിയിൽ നിലച്ചു. പദ്ധതിയുടെ ഭാഗമായി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത് മൂന്നാർ ടൗണിന് സമീപം കന്നിമലയാറ്റിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.